ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും ഊട്ടിക്ക് പിടിക്കുകയാണ്. ചെക്കന്മാരെ കാണിച്ചത് എന്താടാ എടാ പൊട്ടാതെ അങ്ങനൊന്നും അല്ല. എന്നാ കയറി വലി കാണിച്ചു നമ്മളെ ജുനൈദണ്ണേ. ആ എല്ലാരും ഉണ്ട്. ഇനി പച്ചക്കറി മണ്ണാക്കി പച്ച നല്ല സുഖ ഉറങ്ങ. അപ്പൊ ഇനി നമുക്കിനി നേരെ സിനാനോടി കൂട്ടാൻ കേട്ടോ. സിനാനോടി കൂട്ടിയിട്ട് നമുക്ക് പോവാം. സുഹൃത്തുക്കളെ നമ്മൾ ചുരം ഇന്നെ പഠിപ്പിക്ക അന്തേ അല്ല അവനെ എടുക്കൂല. അല്ല അവന് ഇത് ലൂസാണല്ലോ കൊറേ പോയത്. എനിക്ക് എന്താണോ ഇല്ല മോനെ. സഫറ എനിക്ക് വണ്ടി ഇങ്ങോട്ടെന്നോ രണ്ട് കഴിയുമ്പോ ചോടി കൊട്ടാ. ഞങ്ങൾക്ക് കുറച്ച് അവിടെ എത്തിയിട്ട് തരാം. ഇനി എടുക്കൂലേ? ആഷിക്ക് ബാക്കോട്ടില്ല, ആഷിക്ക് മുമ്പിൽ വരും. ബാക്കോട്ടേ എന്റെ ഫോണിന്റെ വയറൊക്കെ ബാക്കിലുള്ളു, ഇതിന്റെ ഉള്ളിലുള്ളു. എടുത്തോ. പോണെങ്കിൽ ഇനി വണ്ടി ഒന്ന് എടുക്കണോ? എങ്ങനെയുണ്ട് സഫറ ഇന്നോവ? പൊളി. ഇന്നോവ നല്ല ചൂടും നല്ല ചൂടും നല്ല പൂക്കും. അടുത്തത് ഉവൈസ് ഓട്ടുന്നു. ഓണത് ഓണത് അവിടെ സെറ്റപ്പാ മുത്തേ. ഒക്കെ റെഡിയാ മുത്തേ, ഡോണ്ട് വറി. ഉവൈസാണ് വണ്ടി ഓട്ടുന്നത്. അങ്ങനെ നമ്മളെ അണ്ണൻ എത്തിക്കഴിഞ്ഞു ഗായ്സ്, അണ്ണൻ എത്തിക്കഴിഞ്ഞു. ഒറ്റ ദിവസം സ്റ്റോറി ഇടാൻ കഴിഞ്ഞു. ഒരു ഷർട്ടും കൊണ്ട് വന്നാലേ അപ്പൊ സുഹൃത്തുക്കളെ, നമ്മള് ഊട്ടിയുടെ മധ്യപ്രദേശത്ത് അല്ല ഊട്ടിയുടെ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മള് ഊട്ടി എത്തി. ഊട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ഇങ്ങോട്ട് വാ. തമി ഏത് എങ്ങനെ തമി
നീ കാണിക്ക്. എനിക്കൊരു കുഴപ്പമില്ല. എന്റെ ഓറ എന്നാ നഷ്ടപ്പെടുക. അടിക്കോ ഇവിടെ സ്പ്രിങ് ഇല്ല ഞെട്ടാ. സ്പ്രിങ് പൊട്ടി പോയതാ. അങ്ങനെ അടിച്ചിട്ട് കാലില്ല. ഇതാണ് ഫോട്ടോഗ്രാഫർ. സൂമി ഫോട്ടോഗ്രാഫർമാരുള്ള ഉണ്ടെങ്കിലുള്ള ഗുണം നോക്കൂ. എന്തേ കാറടിച്ച് കെട്ടിക്കോ. കാറടിച്ച് കെട്ടാ. എടാ ജുനൈദ് പാൻറ്റൊക്കെ കൊടുക്കലുണ്ടോ? ആ എന്നാ അങ്ങോട്ടാ ഓലതാ ഇത് കേട്ടാ. എടാ ലോറി വല്ല ഫുള്ള് കോസ്റ്റ്യൂം ഒക്കെ സെറ്റാക്കി. ആരാ പറയണേ? നമുക്ക് കഴിക്കാം. നൂലട്ടാ വീഡിയോ എടുക്കുന്ന ഞങ്ങൾ പറയുന്നില്ല. ചാനൽ അടിച്ചു. ലൂസാണോ അതിന്റെ ഉടമസ്ഥൻ വന്നാലോ? അതിന്റെ പാന്റാണല്ലോ, ട്രൗസർ ആണല്ലോ. ജുനൈദ് പാവള. ജുനൈദ് ബെൽറ്റ് എടുക്കാണ്ടാവോ പോന്നിക്കണ്. എടാ കൊടുക്ക്, എന്റെ ടൈറ്റാടോ. എടാ പോടാ, ഇത് ലൂസൊക്കെ ഉണ്ട്. ടൈറ്റാ കൊടുക്ക്. പാവണ്ട നമ്മളെ ചെക്കൻ പാന്റ് ഊരിടാ. ഇതിനോട് ട്രൗസർ ഇട്ട് കിടക്കാം. ഇനി സങ്കടപ്പെടണോ? എല്ലായിടത്തും ക്യാമറ ആണോ? നമ്മളെ വണ്ടി അനുസരിച്ച് നല്ലൊരു ഇന്ന കേട് കിട്ടും അല്ലേ? കോസ്റ്റ്യൂമൊക്കെ യാ മോനെ ഉറക്കണി കട്ടായി കിടക്കല്ലേ. പക്ഷെ എനിക്ക് നല്ലോണം ഉറങ്ങാൻ പറ്റിയില്ല വണ്ടിന്ന്. നല്ലോണം ഒന്നും പറഞ്ഞിട്ടല്ലേ, 40 മിനിറ്റ് അല്ലേ. അതിലെന്നെ ജുനൈദിന്റെ കുണ്ടി വലിയ കാലം കൊണ്ട് എന്തോരം ചവിട്ടാ. ആടാ വരാ രാത്രി ഞാനാണ് എനിക്ക് ഉറക്കുകയാ എത്തിക്ക്. എടോ താത്ത് ക്ലാസ് കാത്ത്. ഞാൻ നോക്കിയപ്പോ എനിക്ക് മനസ്സിലായല്ലോ. എന്നിട്ട് കാല് പുറത്തിട്ടിട്ട് അവൻ ക്ലാസ് കത്തിയിരിക്കാൻ. ഞാൻ കാലെടുത്തിട്ടുള്ള എക്കടാ പറഞ്ഞു. വിറ്റ എവിടെയില്ല പറഞ്ഞതാ ഞാൻ. അതിൽ വിറ്റവിടെ എടാ മാറി നിന്നിട്ടോ എല്ലാം കുണ്ടിച്ച് പോവും. ടീമായിക്കോ ക്യാമറയിൽ മണക്കല്ലോ. കൊറേ അടിച്ചിട്ടാണോ ഡൊവിന്റെ മാതിരി. അത് ഓന്റെ ഇറക്കുമതി ചെയ്ത സാധനം. എനിക്കറിയാം, അതെനിക്കറിയാം. അത് പറയാൻ നിക്കങ്ങി ഒന്ന് കൊണ്ടോടെ ബെൽറ്റ് എണ്ണട്ടം പ്രായ. എടാ ജുനൈദേ എന്താ പരിപാടി? എടോ അത് മക്കളതാടോ. പൊളിയോ പൊളിയണോ? എടോ ജുനൈദ് കേറല്ലേ, പൊളിയൂ.
എടോ ഞാനുണ്ട്. ഓടാ പൊളിവിലേക്കില്ലേ? എടോ എടാ സമ്മ സീനാക്കിട്ടോ. എടാ ഞാനുണ്ട്. നിക്ക് നിങ്ങൾ കച്ചറ കളിക്കില്ല. എടാ വാടാ വാ വാടാ. എടാ ഇങ്ങോട്ട് ഒരാള്. എന്നൊക്കെ എടുത്ത് എറിയാങ്ങി നോക്ക്. കാലക്കരുത്, കാല് വെക്കാണ്ട് ബാലൻസ് ചെയ്യണം. കാലക്കാണ് ബാലൻസ് ചെയ്യും. കാലെടുക്ക് ഇനി വല്ല കൊടുത്താൽ താറ്റ് മേലോട്ട് വേണ്ടി വരും. ഞാൻ സെന്ററിൽ എത്തിച്ചു തരാം. ആ എടാ ഓന 50 ഉള്ളോടെ, ഞാൻ 22 ഉണ്ട്. നിക്ക് ഞാൻ നിപ്പിച്ചു തരാം. നീ കാലിട്. വലുതുണ്ടടാ, അയിമ പോവാ. വാ 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 ഇങ്ങോട്ട് വാ. കമ്പിയില്ലടാ, കമ്പി ഇല്ല. എടോ അടി കമ്പിയില്ലാതെ ഞാൻ സഫറേ അതൊക്കെ ജോലി നോക്കി. ഇല്ല അല്ല ഓക്കെ ശരി വാ. ഇതൊക്കെ ഞങ്ങൾ ഇറക്കി തരാം. പറപ്പിക്കരുത്. ഹോസ്പിറ്റലിൽ പോണ്ടില്ല. മിന്നുന്നടോ ഞാൻ എനിക്ക് നടക്ക് നടക്ക അല്ലാണ്ട് തല മിന്നു. നടക്ക് നടക്ക് വിട്ടോ. അത് അങ്ങനല്ലടോ. ആശിക്ക് കയറി ഒള്ളി സാധനം ആണ്. എനിക്ക് തല മിന്നു. എനിക്ക് തല മിന്നു. എടോ ഇത് ഞാനുണ്ട്. ഓ എടാ ജിനെ എപ്പോ വന്നിനി? ഇല്ല ഇത് കിട്ടുന്നില്ല. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ എനിക്ക്.
ഞമ്മ സെന്റർ പിടിക്കാം ഇനി വരാ കാര്യക്ക് ഹലോ ഇന്നേ ഒന്നുടാ ആടെ പിടിച്ചോ മെല്ല 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 ഇല്ലല്ല നിക്ക് നിക്ക് നിക്ക ബേക്കോട്ടാക്കി സെന്റർ പിടി എടാ ചെങ്ങായി സെന്റർ പിടി പിടി ബേക്കോട്ടാക്കി കിട്ടും അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് വ്യൂ പോയിന്റ് കാണാൻ വ്യൂ പോയിന്റ് കാണാൻ 3 ആൾക്കാരെ കുതിര വിട്ട 3 ആൾക്കാരെ പോന്ന ബാത്റൂമില്ല എടാ നിക്ക് കുതിര വിട്ട 3 ആൾക്കാരാണ് അപ്പോൾ ആ സൂമി ഒരുത്തൻ വാ അതല്ല ഒരുത്തൻ രണ്ടാമത്തൻ മൂന്നാമത്തൻ ഇതെന്തേ എടാ ഒട്ടകോ ഇതെന്തേടാ ഇതാണ് നമ്മളെ സമൂഹത്തിൻ്റെ സമൂഹത്തെ എങ്ങനെ നോക്ക് പ്ലാസ്റ്റിക് ആ മുടിയൊക്കെ അല്ലേ അല്ല സാർ വേം വാ ഉവൈസേ വ്ളോഗ് എടുക്കാനുള്ള ക്യാമറമാൻ മാഷാ അടിപൊളി ഇവിടെ ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം വന്നതില്ലേ പക്ഷെ അന്ന് നമ്മൾ ലേശം വൈകിപ്പോയി ഒന്ന് അടച്ചേ വിടാ 5:15 ക്ലോസ് 5:30 5:15 നമ്മളന്ന് 5:45 അവിടെ എത്തി 6 മണിയൊക്കെ പക്ഷെ അപ്പം കീറി അടിപൊളിയായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മളെ കിട്ടി ഉള്ളോട്ട് കിട്ടിയെങ്കിൽ വെയിലും ഉണ്ടാവില്ല ഓവും ഉണ്ടാവില്ല, നല്ലൊരു ക്ലൈമറ്റ് കിട്ടിയ നമുക്ക്. അപ്പം നമ്മളെ കയറാത്തുള്ളൂ. ഉവ്യേ വേം വാ നോക്ക്. രണ്ടും ആടി 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 അതും സംഭവം മറ്റേതില് സാറേ നാളെ നിങ്ങൾ വരണം കേട്ടോ. എന്റെ മോന്റെ സുന്നത്ത് കല്യാണാണ് ഇത്. ദുആ എടുക്കും അള്ളാണ്. സുഹൃത്തുക്കളെ നമ്മള് നമ്മൾ മുകളിലെത്തിയിട്ട് കാണാം. സുഹൃത്തുക്കളെ നമ്മള് ഏറ്റവും ടോപ്പിലെത്തിയിട്ടാ. വൈഡിലെടുത്തേ എടേ എന്താ പരിപാടി? എന്തേ ആടാ 350 ഉറുപ്പിക എടുത്തിട്ട് എന്താ സംഭവം? ഇല്ലടോ ഇതൊന്നും കാണാൻ പറ്റൂലോ ശരിക്ക്. ഇങ്ങനെ ആയിരിക്കും കാര്യടോ. ഇത് ഇങ്ങനെ ആയിരിക്കും ഇവിടെ. ഈ മരാണത് വലിയ മുതലായി പോലെ. നിറം മാറടോ. ഇനി വരുമ്പോഴേക്കൊക്കെ നിറം മാറി കൊടുക്കുക. ഇതിങ്ങനാണ് എന്റെ പൂച്ച വിളിക്കല്. ഞാൻ ആദ്യം പൂച്ച വിളിക്കുമ്പോൾ എനിക്ക് ചെല്ലി അങ്ങനെ ഇല്ലേ അങ്ങനെ പൂച്ച വിളിക്കല്. അവിടെ പൂച്ച വിളിക്കല, പൂച്ചനെ വിളിക്കാന്നാ പറയാ. പൂച്ചനെ വിളിക്കാന്നാ പറഞ്ഞ. അല്ലല്ല പൂച്ചനെ വിളിക്കാന്നാ പറഞ്ഞേ. അല്ല വിളിക്കാന്നാ പറഞ്ഞേ. ഞാനെന്നോട് ചോദിച്ചു ആടോ
ലോട്ട പോലത്തെ സ്ഥലോ എനക്കൊന്നൊരു കാലത്തും വിചാരിച്ചിട്ട് എന്തില്ലാന്ന് ഈറ്റ ഓരോ ഗതിയില്ലാത്ത ഈറ്റകളെ കൊണ്ടാ ഞാൻ വന്നത്. എന്നെ കൊണ്ടച്ചി ഞങ്ങളന്ന് ഞങ്ങൾ കുടുങ്ങി. അത് ശരി. ആ നമ്മളായിട്ട് ഞാൻ വന്നേരം ഉണ്ടായിട്ടോ. അതെന്താ വെച്ചാൽ കാലാവസ്ഥ മാറ്റങ്ങളാണ്. അതെ മാറ്റങ്ങളാണ്. മാഷാല്ലാ അടിപൊളി സ്ഥലമല്ലേ. അത് സൂമായി കാണിച്ചു കൊടുക്ക്. ഇങ്ങോട്ടാ ലെയർ ലെയർ ഇങ്ങനെ. ഓ ഇല്ലാന്ന് സുഹൃത്തുക്കളെ നമ്മൾ തിരിച്ചു പോകട്ടോ. ഇവിടെ ഒന്നുമില്ല കാണാൻ. നമ്മൾ ലക്ഷം നമുക്ക് ഭാഗ്യാറസ. കോടല്ല അണ്ണാ കോട ആദ്യം പറഞ്ഞോടെ നമ്മൾ ഇരുപത് കോട ഉണ്ടാകുക വിചാരിച്ചിട്ട് നമ്മളറിയും വട്ടന്മാരെ. എടോ എടോ ഫസലേ 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 ഞാൻ എന്നോട് അന്ന് പറഞ്ഞു നമ്മൾ എവിടെ പോയാലും ഭാഗ്യമില്ലാത്തല്ല ഇങ്ങനെ സത്യം അള്ളാണ് ഞാൻ പറഞ്ഞേക്കാം. കോടല്ല 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 വിട്ടാളി വിട്ടാളി ഒന്നുമില്ല. ഊമ്പി ഊമ്പി ഒന്നുമില്ല ഒന്നുമില്ല. തിരിച്ചോളി തിരിച്ചോളി തിരിച്ചോളി. ഒന്നുമില്ല. വന്ന് കഴിഞ്ഞ് പോവാ. എന്താ ഞമ്മക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു അല്ല നമ്മൾ ബീച്ചിൽ പോയാൽ സൺസെറ്റ് നോക്കിയാൽ സൺസെറ്റ് ഉണ്ടാവില്ല. സൺസെറ്റ് അതിൻ്റെ വൈക്ക് ഉണ്ടാവും. ശരിയാ. അല്ലെങ്കിൽ ഒരു ഓലക്കമല മഴ. അതാണ് ഇന്ന് ഇവിടെ വന്നൊക്കെ ഇവിടെ ഒരു കോടയില്ല. കോടൊക്കെ അതിൻ്റെ വൈക്ക് പെരുമ്പയിൽ പെരുമ്പയിൽ ചെറിയ പെരുമ്പയിൽ നോക്കി. അത് ഇവര് തുറക്കാൻ വൈകിട്ടാണ്. ഇവരെ മിസ്റ്റേക്കാണ്. രാവിലെ 6 മണിക്ക് വന്ന് ഇവർ ഓപ്പൺ ആക്കണം. 7 മണിക്ക് തന്നെ 8:30 അവർ ഓപ്പൺ ആക്കണേ. എന്തേ വില മിസ്റ്റേക്കാണ്. ഇന്ന് ഞായറാഴ്ച അല്ലേ. ഞായറാഴ്ച വിചാരിച്ച് കുറേ കിടന്നുറങ്ങാം. ഒരു ഡ്യൂട്ടി ഗവൺമെൻറ് ഏൽപ്പിച്ച് അതിൻ്റെ സമയത്ത് അതിൻ്റെ പ്രത്യേകിച്ച് ചെയ്യേണ്ടുള്ളൂ. ഇനി പറയും നമ്മൾ പ്രതിഷേധമാണത്. അതാണ് കണ്ടോളി. സ്ഫോടന കണ്ടോളി. അല്ലാ കോടൻ അള്ളാനെ കണ്ണ് അത്തമില്ലായൊരു എടാ വാടോ ഏതാ നടുക്ക് പോരി പോരി. പോയി നോക്കാം ഏട്ടെങ്കിലൊക്കെ ഏടെത്തു നോക്കാം. ഫസലേ ഫസലേ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവരൊക്കെ അവർക്ക് നല്ല കോട ഉണ്ടാക്കും. പോയൊക്കെ കോട കിട്ടൊരു ഒന്നും ഉണ്ടാവില്ല. കമ്പനിയാണ് തൊപ്പിട്ടോടെ കണ്ട കമ്പനിയാണ്. എന്താ പറയണ്ട? എന്താടോ ഇത് മറ്റേ കടലേ കടലല്ലേ വേറെ സാധനം. ഇതിന്ന സാധനം അത് ഇനിന്നോ പറ്റൂ പൈസക്ക് അത് ഇവിടെ ചത്തു വീണില്ലല്ലോ. മണ്ടോ മണ്ടോ പേരും ഇംഗ്ലീഷാ. മുട്ട കിട്ടൂല.
അങ്ങിട്ടിരോ ബൺസ് ടൈം ആണോ ആദ്യമായിട്ട് തിന്നണോ? അതല്ല, അതെനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ പറഞ്ഞെന്താ അറിയോ, ജുനൈദിനോട് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്. ജുനൈദ് വെല്ല വിട്ടാൽ ജുനൈദിന് ആരും മനസ്സിലായി. ഇനി നിന്നാലേ ചെറിയ തൊള്ള ഇംഗ്ലീഷൊക്കെ ഞാൻ കേൾക്കേണ്ടി വരുന്നു. തൊള്ള പോടാ സാധനത്തിട്ട് എന്തോ ഫസ്റ്റ് ഒരു മിൽക്കിന്റെ പാലിത് ആടവില്ല, വെറുതെ പോവാ. വ്ളോഗ് ഇങ്ങനെ തന്നെ അങ്ങ് എടുക്കല്ലേ, കട്ട് ചെയ്യാണ്ട് പോകുന്ന 2 പാർട്ടാക്കി ഇട്ടാ പോരെ. എന്ത് ഇനി നല്ല പട്ടിണി എടുക്കുന്നതാണെന്നോ? ഇവിടെ എന്താന്ന് വെച്ചാല് എന്തൊക്കെ ഉണ്ട്. ഓ ജുനൈദിന്റെ ക്രിയേറ്റിവിറ്റി ഗൈസ്. ജുനൈദ് ഇപ്പോൾ ഉരുണ്ട് പറഞ്ഞ വെക്കും, കാണിച്ചു കൊടുക്കും. അടോ ജുനൈദേ, മുകളിലോട്ട് കണ്ടോ, ഇറങ്ങി മുകളിലോട്ട് കയറണ്ട. ജുനൈദേ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ റിസ്ക് എടുക്കല്ലേ, ഇറങ്ങി. എടാ ആ കൊമ്പൊക്കെ പൊട്ടിപ്പോടോ പൊട്ടാ. വീണൽ ആടെ കിടന്ന് തന്നെ ചവിട്ടു. അല്ലാണ് ഞാൻ പറഞ്ഞേക്കാം. റിയാസേ ഇറങ്ങി. മറ്റേ വയനാട്ടിലും എങ്ങനെ അടത്തിയെന്ന് ഓർമ്മല്ല. എത്ര പെട്ടെന്ന് എടുത്ത് കേരളിട്ട് കൊടുത്ത്. അങ്ങനെ അതിന്റെ മുകളിൽ ഇരിക്കുന്ന ഫോട്ടോ എടുത്തരാം. നല്ല ഇഷ്ടം പോലെ ഉണ്ട്. ഇങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് ഇറങ്ങി. വാ പോരി. ഓ ഈ പ്ലേസിൽ നമുക്ക് വേണം എഡിറ്റ് ചെയ്യാം. നീ വാ. എന്റെ അമ്മച്ചിന്റെ വ്ളോഗ് കാണലുണ്ടോ? ആ പെറുക്കാനോടി ഉണ്ടല്ലോ ജുനൈദേ, കുതിര എനക്ക് തീരാന്ത. അല്ലെങ്കിൽ ചോറല്ലടാ തിന്നല്. എനിക്ക് കയറിക്കോ, മോള് കയറിക്കോ. നല്ല ഫോട്ടോ എടുത്തരാം. നല്ല കിണ്ണം പുലാട്ട് കേട്ടിട്ടുള്ളു കുതിരാളെ. ഇങ്ങി കാറാക്കി കേട്ട് ഇങ്ങി കാറ് തന്നെ. ഓരോരോ മക്കൾ കളിക്കുന്ന സാമാന്ത് കയറി ഇരിക്കി ആട്ടാൻ പറയൂ. എന്നെ കേറ്. എന്റെ വ്ളോഗിന് സഫറലി പിടിക്കും കുറച്ച്. വ്ളോഗ് സഫറലി തെറി വിളിച്ചു തുടങ്ങിയില്ലേ? ഈ തെരപ്പൻ ഇവനാണ് വലിയ ഫുണ്ടയാവും.
വലിയൊരു ഫുണ്ടേ ആവുമോ അവൻ. ഫുണ്ടല്ലേ ഫുണ്ടറിയുന്നത് കുഴപ്പമൊന്നുമില്ല. ഈ 350 ഉറുപ്പ്യ പോയ വയ്യേ അല്ലേ? ആ പൊട്ടന്മാരെ വേറെ സ്ഥലത്തായിട്ട് പോയി തിരിച്ചു വരുമ്പോൾ അല്ലാണ്ട് മൂന്നേത്തന്നെ പറയും പാല് പൊട്ടി ജ്യൂസ് അടിക്കാതെ. ഇനി സുഹൃത്തുക്കളെ കാറിൻ്റെ അടുത്തെത്തിയിട്ട് കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഇപ്പോൾ ടോയ് ട്രെയിൻ കയറാൻ വേണ്ടി നിൽക്കട്ടോ. കാണിച്ചു കൊടുക്കുക, നമ്മളെ ചെക്കന്മാരെ കാണിച്ചു കൊടുക്കുക. 3Xലേക്ക് ഇട്. ഒരുത്തൻ എന്താക്കണ ഇവിടെ ഫസലും നമ്മൾ തന്നെ ഉബൈസും ജുനീദും സിനാനാണ് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നത്. അപ്പം ഞാൻ സഫർ ബ്രോ അപ്പോൾ തന്നെ റിയാസ് ഇവിടെ എങ്ങനെ ഇരിക്കുന്നത്. നല്ല തണുപ്പുണ്ടല്ലേ. എന്ത് എന്ത് ട്രെയിൻ 12 ചെറിയൊരു മൈൻഡ് കൂടി ഇല്ല. എന്താണോ ഒരാൾക്ക് 500? എന്താണത്? നമ്മൾ പോകുന്നിടത്ത് മാത്രം ഇങ്ങനത്തെ ഓരോരോ വള്ളിക്കേസ് വരുന്നത്. നമ്മൾ ബീച്ചിൽ പോയാലും സൺസെറ്റ് ഉണ്ടാവില്ല. വേറെ ഏതാ മലൻ്റെ മുകളിൽ പോയാലും മഴ പേരും മയം കാറ്റും. അത് വരെ ഉണ്ടാവും എന്ത് വെയിൽ. നമ്മളവിടെ എത്തിയോ അപ്പം മഴ തുടങ്ങും. ഇവിടെ ഇന്നലെ വരെ 200 വഹിക്കും. നമ്മളെന്നപ്പോൾ 500 ആയി. ഇപ്പം 500 ഒരാക്കോ? എത്ര ഇങ്ങോട്ടാ 80 അങ്ങനല്ലേ ഒന്ന്? നമുക്ക് ലോക്കല് മതി. അതെ എന്നാ പോവാ, വണ്ടി പാക്ക് ചെയ്യ. അപ്പൊ നമ്മൾ പോവാ, വണ്ടി പാക്ക് ചെയ്യാ. എങ്ങനെയുണ്ട് ഇങ്ങനെ ട്രെയിൻ പാളത്തിനുള്ളിൽ ഇരുന്നിട്ടുള്ള വേറെ ഉണ്ടല്ലോ പറയും. അത് നോക്കട്ടെ. ഊട്ടി പൂവാട്ടോ അത്.
ഇടത് മറ്റേ ജമന്തി അല്ലേ? നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയി ചമ്മന്തിയോ? ചമ്മന്തി അല്ലടാ, അച്ചാറ്. ഇത് ചമ്മന്തി അല്ല. അത് നമുക്ക് അവിടെ പേരും ഫോട്ടോ ഇട്ടു. പിന്നെന്തോ ഒരു മഞ്ഞളുണ്ട്, എന്തോ ഒരു മണം ഉണ്ട്. ഇപ്പൊ മഞ്ഞ ഛർദിക്കാനൊക്കെ വന്നാല് വണ്ടിയല്ല, വണ്ടി ആ സ്ഥലം കാണിക്കടാ, തട്ടായിട്ടുള്ള. എന്തേ ആട്ടുപട്ടിയോ? അല്ല വാപ്പാ. ആണ്ടെ കണ്ടു തോന്നു. ചങ്ങ ഇനി ആടിനെ മാനസികമായി പീഡിപ്പിച്ചോട്ടോ. വീരത്തേക്കും പോയി കാര്യമില്ല. പയ്യെ നോക്കുന്നു കേട്ടോ. എടാ നിക്കാടെ, ആടെ നോക്കത്തില്ലടോ. അതങ്ങോട്ട് കേറ്റണം. മക്കളെ ഇങ്ങോട്ട് കയറ്റി. നല്ല ബിസിനസ് ആണോ? അടെ ഊട്ടിയിൽ നിന്നിട്ട് എന്താണ് എൻ്റെ ഊട്ടിയിൽ ജീവിച്ചിട്ട് എന്താണ് അഭിപ്രായം പറയൂ. ഊട്ടിയിൽ ജീവിച്ചിട്ട് എന്താണ്? ആ നല്ലതാണ്. ഓക്കെ, ചായ കുടിച്ചീനോ ഉച്ചക്ക്? ഉച്ചക്ക് ചായല്ലേ, ചോറല്ലേ? ഉച്ചക്ക് ചോറ് നീനോ? അടേ ആടെ ഇങ്ങോട്ട് വാ മണ്ടല്ലേ. ഉച്ചക്ക് ചോറ് നീനോ? എന്താ തിന്നറോ? ഉച്ചക്ക് താങ്കൾ ഫുഡ് കഴിച്ചിരുന്നു? ഉച്ചക്ക് ഫുഡ് കഴിച്ചിരുന്നു? എന്ത് വളയ്ക്കാനറിയാം. കുറച്ചുകൂടി വേക്കോട്ടെ 3x ഇല്ലാണ്ട് പറ്റുന്നില്ലേ? ട്രെയിൻ വന്നാൽ ചാമായി പോയി ചമ്മന്തിയാവും. ഇതെന്തേത്താന്നാ ട്രെയിന്? മെയിൻ വീഡിയോഗ്രാഫർ ഹായ് തരൂ വേസ്. എടാ ഉമ്മേ അവിടെ തീരെ ഫുൾ ലോഡാട്ടോ. നേരെ എത്ര അല്ലായിരുന്നു?
സുഹൃത്തുക്കളെ നമ്മൾ ഊട്ടി മുട്ട വാങ്ങുന്നു. കാണിച്ചു കൊടുക്ക്. ഫസല സുമൈ ഫസലേ എല്ലാം അങ്ങ് വാങ്ങിക്കോ, എല്ലാം അങ്ങ് വാങ്ങിക്കോ. അല്ലാ സുഹൃത്തുക്കളെ ഒരു സാധനം കാണിച്ചു തരാം. देखो അന്തേ നോക്കട്ടെ. ഇതെന്താ ഇത് എത്ര റുപ്യ? ഇതിന്റെ പൈസ അല്ലേ? നമുക്കുള്ളതൊന്നും ഉണ്ടോ? മതി. ആയിട്ട് എന്താ എരിവുള്ള വാങ്ങിക്കോ. അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നു. ഈ കപ്സ അല്ലേ? കപ്സ കണ്ട് കഴിച്ചിട്ട് അഭിപ്രായം പറയൂ. ഇതെന്തേ എല്ലാവർക്കും പൊറോട്ട? മീഡിയം भाई मायोनेस है चिकन കുറച്ച് മായോണൈസ് ഇരോ भाई ചിക്കൻ പൊരിച്ചതാക്കണം അതോ ചിക്കൻ കടായി ഇട്ടാക്കണോ ഇത് മായോണൈസ് ചോദിച്ചോ ചിക്കൻ കടായി ഉണ്ടോ മായോണൈസ് കടായി ഉണ്ടോ कढ़ाई नहीं है चिकन करी है ग्रेवी वाला और चिकन पनीर हां ग्रेवी देगा എടോ എടോ എടാ കച്ചറ കൂടുതലടാ. എന്താടാ ഇത്? മോനെ രണ്ടെണ്ണം ഇവിടെ ഉണ്ടായേ. ചിക്കൻ पूरा रेडी है. भैया मायोनेस डालिए. मायोनेस पीस और कराओ. माइनस याड़ा ഉണ്ട് ഇടിച്ചിട്ട് സെറ്റല്ലേ? ഫുഡ് എങ്ങനെ ഉണ്ട് റിയാസേ? മാഷാ അല്ലാ അടിപൊളിയാണ്. സുഹൃത്തുക്കളെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കാണാം. സുഹൃത്തുക്കളെ ട്രിപ്പൊക്കെ കഴിഞ്ഞു മാഷാ അല്ലാ. സത്യം പറഞ്ഞാൽ എൻ്റെ മുഖം കണ്ടെങ്കിൽ മനസ്സിലാവും ഞാൻ മര്യാദയ്ക്ക് ഉറങ്ങില്ല. ശനിയാഴ്ച രാത്രി ഞങ്ങൾ പോയതാണ്. ഞായറാഴ്ച രാവിലെ നമ്മൾ ഊട്ടിക്ക് എത്തി. കാരണം രാവിലെ നമ്മൾ ഊട്ടി എത്തി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഊട്ടിയിൽ നിന്നാണ് ഏകദേശം ഒരു മണിക്കൂർ ഉറങ്ങുന്നത് വണ്ടിയിൽ തന്നെ. ഒരു 4-4 മണി നമ്മൾ ഊട്ടിയിലെത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ സത്യം പറഞ്ഞ ഫുഡൊക്കെ കഴിച്ച് കാറിന് എൻ്റെ വ്ളോഗ് എൻ്റെ ചെയ്യണമെന്ന് വിചാരിച്ചിന്. പക്ഷെ അപ്പോഴൊക്കെ എല്ലാവരും അങ്ങ് ഉറക്കം വന്ന് എല്ലാവരും അങ്ങ് ടയർഡായി. പിന്നെ ഞാൻ പറഞ്ഞ കുഴപ്പമില്ല ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ചെയ്തോളാം പറഞ്ഞിട്ടാണ് ഇങ്ങനെ വ്ളോഗ് എടുത്ത് എൻ്റെ ചെയ്യുന്നത് കേട്ടോ. കാരണം നമ്മൾ ഫുഡ് കഴിച്ച് കാറിന് എല്ലാവരും കൂടെ പറഞ്ഞ് സെറ്റാക്കിയിട്ട് എൻഡ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് എല്ലാവരും വീട്ടിലെത്തുന്നതും അല്ല വീട്ടിലേക്ക് ആക്കുന്നതൊക്കെ വ്ളോഗിൽ ഉൾപ്പെടുത്താൻ വിചാരിച്ചതാണ്. പക്ഷെ എല്ലാവരും അങ്ങ് കുഴങ്ങി ആകെ അങ്ങ് ടയർഡായി അവശനായി പോയി എല്ലാവരും. കാരണം ഞാനും മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല. ഞാനും പിന്നെ വേഗം വീട്ടിലെത്തി ഉറങ്ങാൻ വിചാരിച്ചു. ഇപ്പോൾ ഞാൻ എൻ്റെ ഷോപ്പിലെത്തിയിട്ടാണ്. പിന്നെ നമ്മളെല്ലാവരും ശനിയും ഞായറൊക്കെയാണ് ലീവ് ഉണ്ടായാൽ എല്ലാവരും ഷോപ്പ് അത് ഇതൊക്കെ പറഞ്ഞിട്ട് ഓരോ പരിപാടി ഉണ്ടാവും. എല്ലാവരും തിരക്കാം നമ്മൾ തന്നെ സുഹൃത്തുക്കളെ. പിന്നെ കഴിഞ്ഞ് ഞാനൊരു വ്ളോഗ് ഇട്ടിരുന്നു.
അതിൽ കമൻ്റ് ഇടാണ്ട് ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ വ്ളോഗ് കാണുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും കമൻ്റ് ഇടുക, എന്നാലേ നമുക്ക് മനസ്സിലാവും ഞങ്ങളെ സംസാരങ്ങൾ എന്തെങ്കിലും മാറ്റണോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണോ. നിങ്ങൾ കമൻ്റ് ഇട്ടാലേ നമുക്ക് മനസ്സിലാവും, അല്ലാണ്ട് നമുക്ക് മനസ്സിലാവില്ല. എൻ്റെ കുറച്ച് വേറെ കമ്പനിക്കാരുണ്ട്, അപ്പോൾ അവരൊക്കെ മെസ്സേജ് ഇട്ട് പറഞ്ഞ് ജുനൈദ് എന്താ അങ്ങനെ സംസാരിക്കുന്നത്, ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് ഒരു വ്ളോഗ് ഇട്ട് ലാസ്റ്റ് എൻഡ് ചെയ്യുമ്പോൾ അവനെന്താ അങ്ങനെ സംസാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഗൈസ്, എൻ്റെ വഴിയുള്ള ചെക്കന്മാർ ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ. അല്ലാണ്ട് വ്ളോഗ് എടുക്കുമ്പോൾ മാത്രമേ നമ്മൾ സംസാരങ്ങൾ മാറ്റുക, വ്ളോഗ് എടുക്കുമ്പോൾ നമ്മൾ സംസാരങ്ങൾ മാറ്റിയിട്ട് ഞങ്ങളെ അങ്ങനല്ല. എന്താ അറിയുമോ, ഞങ്ങളാ ഒരു ഗ്യാങ് സത്യം പറഞ്ഞ മാഷല്ലാ അടിപൊളിയാണ്. കാരണം ഞങ്ങളെല്ലാവരും ഈ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് എത്രയോ ആഗ്രഹിച്ചതാണ്, ഞങ്ങളെല്ലാവരോടും കൂടിയിട്ടാ. കാരണം ഞങ്ങൾ എല്ലാവരോടും കൂടി ഇതുവരെ ട്രിപ്പില്ല, ഇനി ഇൻഷാല്ലാ എല്ലാവരോടും ഒരുമിച്ച് ട്രിപ്പിനും വരും. കാരണം അതങ്ങനെ, കാരണം അതെന്താ അറിയുമോ, ഈ സംസാരങ്ങൾ മാറ്റാത്ത ഞങ്ങൾ വ്ളോഗ് എടുക്കുമ്പോൾ മാത്രമേ നമ്മൾ സംസാരങ്ങൾ മാറ്റി ഡീസൻ്റ് സംസാരങ്ങൾ എന്തിനാ വെറുതെ നമ്മൾ വ്ളോഗ് പറഞ്ഞാൽ നമ്മളെ കാര്യങ്ങൾ ഇടാൻ വേണ്ടിയിട്ടാണ്, ഏട്ടെങ്കിലും പോകുന്ന കാര്യങ്ങളൊക്കെ ആണല്ലോ. പിന്നെ സംസാരങ്ങൾ മാത്രം മാറ്റിയിട്ട് എന്ത് കാര്യം. അതുകൊണ്ടാണ് ജുനൈദൊക്കെ അങ്ങനെ തന്നെ. കാരണം ഓൻ അങ്ങനെ നിന്നാലേ ആ ഒരു ഓനായി മാറും, അല്ലാണ്ട് ഓൻ മാറിയിട്ട് ഒരു കാര്യമില്ല, ഡീസൻ്റ് ഇട്ടൊരു കാര്യമില്ല. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ, എല്ലാവരും അങ്ങനെ തന്നെ. മുഹമ്മദ് റുബൈസ് ആയാലും ശരി, സഫറലായാലും ശരി, ഫസലായാലും ശരി, റിയാസ് ആയാലും ശരി, NS ആയാലും ശരി, എല്ലാവരും അവരവർ എങ്ങനെയാണോ നിൽക്കുന്നത് അതേ തന്നെ ക്യാരക്ടർ, അതേ സംസാരങ്ങൾ തന്നെയാണ് വ്ളോഗിലും വരുന്നത്. അതുകൊണ്ട് കേട്ടോ, അല്ലാണ്ട് വേറെ ഉണ്ടായിട്ടൊന്നുമില്ല. പിന്നെ ഞങ്ങളെല്ലാവരും വ്ളോഗ് കാണുന്നതിലൊക്കെ കമൻറ്റ് കാര്യങ്ങളിടുക, ആകുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ കമ്പനിക്കാർക്ക് ഫ്രണ്ട്സിനൊക്കെ കാണിച്ചു കൊടുക്കുക. താങ്ക് യു സോ മച്ച് വാച്ചിങ്. ലവ് യു, ബൈ, സി യു.